സർഗം കിച്ചണിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡക്ക് റോസ്റ്റാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ഡക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയത്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 5 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 3 സ്പൂൺ, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, പച്ചമുളക് 6 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 1 ചുള നീളത്തിലരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, സബോള 4 എണ്ണം. ഒരു പാൻ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ താറാവിറച്ചി ഇടുക. അതിലേക്ക് 5 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 ഇതൾ കൂട്ടി യോജിപ്പിക്കുക. നന്നായി ചേർത്തിളക്കുക. ചേർത്തിളക്കി പൊത്തി 20 മിനിറ്റ് വയ്ക്കുക. പിടിച്ചതിന് ശേഷം ഇത് കുക്കറിലിട്ട് കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വയ്ക്കുക. കുക്കറിൽ 3 വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റ് നമ്മളായി കഴിഞ്ഞു. അതിനുശേഷം കുക്കർ താഴോട്ട് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് സബോള അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത് എന്നിവ ചേർത്ത് ഇളക്കുക. നന്നായി ചുവപ്പ് നിറം വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ബ്രൗൺ നിറമായി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് ഇളക്കുക. വേപ്പില ഒന്ന് വാടി കഴിയുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ച താറാവിറച്ചി അതിലേക്ക് ഒഴിക്കുക. എല്ലാം നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് വെള്ളം വറ്റുന്നത് വരെ ഇളക്കുക. വെള്ളം വറ്റി തുടങ്ങിയാൽ കുറച്ച് ഗരം മസാല മീതെ ഇടുക. വെള്ളം വറ്റുമ്പോൾ പൊത്തിവെച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക. സ്വാദിഷ്ടമായ താറാവ് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.